ഇത്തിരി കോഴി ചുട്ട് തിന്നാന്ന് വെച്ചാൽ മഴ സമ്മതിക്കില്ല. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ നവദമ്പതികളെ ഇവിടെ വിരുന്നിന് ക്ഷണിച്ചേക്കുകയാണ്. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. മിനിയാൻ്റിയും ഞാനും പവിഴനും റിഞ്ചു ചേച്ചിയും എല്ലാവരും. ഞങ്ങൾ ഈ അറേഞ്ച് ചെയ്യുന്ന പരിപാടികളൊക്കെ തന്നെ എല്ലാവരും ഈക്വലായിട്ട് ഷെയർ ചെയ്തിട്ട് നടത്തുന്ന സംഭവങ്ങളാണ് കേട്ടോ. ചിക്കൻ ഒരു 7 കിലോ കണ്ണമോനെ കൊണ്ട് വാങ്ങിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ നിന്നെത്തി ചായയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ചിക്കൻ വൃത്തിയായിട്ട് കഴുകി ഊറ്റി വരഞ്ഞതേ മാരിനേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള പാത്രങ്ങളൊക്കെ ചെറുതാണ്. ലിലിയംച്ചി എടുത്തുന്ന ഈ വലിയ ഉരുളിയാണ് ഞങ്ങൾ എപ്പോഴും മാരിനേറ്റ് ചെയ്യാനായിട്ട് മേടിക്കുന്നത്. ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, കറിവേപ്പില ഇതെല്ലാം കൂടെ ചതച്ചത്, പിരിയമുളകും കുരുമുളകും കൂടെ ഒരുമിച്ച് പൊടിച്ചത്, പിന്നെ കുറച്ച് സാദാ മുളക് പൊടി എരിവിന്, കുറച്ചധികം കാശ്മീരി മുളക് പൊടി നിറത്തിന്, പിന്നെ കുറച്ച് തൈരും. ഇതെല്ലാം കൂടെ ആക്കിയിട്ട് വരഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് നല്ല രീതിക്ക് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം. ഇനി ഇത് അടച്ച് കൗണ്ടർ ടോപ്പിന് താഴെ വെക്കാം. അടുപ്പയിലൊക്കെ പാകം ചെയ്യുന്ന ഉരുളിയായതുകൊണ്ട് ഒരിത്തിരി കരി നമ്മുടെ കൗണ്ടർ ടോപ്പിൽ പറ്റിയിട്ടുണ്ട്. ഈ വാൾപേപ്പറിൻ്റെ പുറത്തുനിന്ന് തുടച്ചാൽ അത് പെട്ടെന്ന് പോയിക്കോളും. ഇനി ഒരു സാലഡ്, ക്യാരറ്റും കുക്കുംബറും ക്യാപ്സിക്കവും ഒക്കെ ചേർത്ത് ഒരു സാലഡ്. ക്യാരറ്റ് ഞാൻ ഇത്തവണ ഇങ്ങനെ ചീകി അങ്ങിട്ടു, ചെറുതായിട്ട് മുറിക്കാൻ നിന്നില്ല. ക്യാരറ്റ് തിൻ പീസസ് ആയതുകൊണ്ട് തന്നെ പിന്നീട് അരിഞ്ഞ ക്യാപ്സിക്കം ഒക്കെ അതുപോലെ നീളത്തിന് നേർപ്പിച്ച് അങ്ങ് അരിഞ്ഞെടുത്തു. ഇത്തവണത്തെ സാലഡിലേക്ക് ഒരു 3 പച്ചമുളകും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. പല നിറത്തിലുള്ളതായിരുന്നെങ്കിൽ ഭംഗി കുറച്ചുകൂടെ ഉണ്ടായിരുന്നേനെ, പക്ഷേ കിട്ടിയില്ല. കുക്കുംബർ വട്ടത്തിൽ അരിഞ്ഞില്ല, ഇതുപോലെ തന്നെ നീളത്തിനാണ് അരിഞ്ഞെടുത്തത്. ഇനി സാലഡ് ബൗളിലേക്ക് കുറച്ച് വെർജിൻ ഒലിവ് ഓയിൽ, ഉപ്പ്, ക്രഷ്ഡ് പെപ്പർ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സാലഡ് റെഡി. നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ചിക്കന് രുചി ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിയൊക്കെ നേരത്തെ ഒതുക്കിയത്. കറക്റ്റ് തീ കത്തിക്കാൻ നേരം ആയപ്പോഴത്തേക്ക് ഒരു മഴ. കുക്കുവിന് നാളത്തെ ഹോംവർക്ക് ഇത്തിരി ഫിനിഷ് ചെയ്യാനുണ്ട്. നിലു അവിടെ വെറുതെ അഭിനയിച്ചുകൊണ്ടിരിക്കുക. മഴച്ചാറ്റൽ അടിച്ചതുകൊണ്ട് കനൽ അങ്ങോട്ട് കത്തിപ്പിടിക്കാനായിട്ട് കുറച്ച് പാടുപെട്ടു. ഇവിടെ മൊത്തം പുകഞ്ഞു കഴിഞ്ഞിട്ടാണ് അത് കത്തി തുടങ്ങിയത്. എൻ്റെ പണി ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതോടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ചപ്പാത്തിയും പിന്നെ പാർട്സൊക്കെ കൊണ്ട് കറിയൊക്കെ ഉണ്ടാക്കേണ്ടത് റിഞ്ചു ചേച്ചിയും മിനിയാൻ്റിയും. മൊത്തത്തിൽ പുകഞ്ഞു. ഇനിയിപ്പോൾ കൊതുക് ശല്യം ഉണ്ടാവത്തില്ല. പുകയൊന്ന് മാറ്റാനായിട്ട് ഒരാൾ ഫാനൊക്കെ കൊണ്ടുവരുന്നുണ്ട്. BBQൻ്റെ കാര്യങ്ങളൊക്കെ ഇനി ആലനും ഇവന്മാരും ഒക്കെ കൂടെ നോക്കിക്കോളും. ഇനി എനിക്ക് കംപ്ലീറ്റ് റെസ്റ്റ്, ഇരുന്ന് തിന്നാൽ മതി. ആദ്യത്തെ സെറ്റ് ആയി കഴിഞ്ഞപ്പോഴേക്ക് ഞാനും സാവിയോച്ചനും കൂടെ പരിപാടി തുടങ്ങി. ഒരു പ്ലേറ്റ് എടുത്താൽ മതി, പതുക്കെ പതുക്കെ പിന്നെ എടുക്കേണ്ടവരൊക്കെ ഇങ്ങ് എത്തിക്കോളും. പുതിയ BBQ സെറ്റ് പണിഞ്ഞ് വരുന്നതിന് മുന്നേ ഉള്ളതാണ് ഈ വീഡിയോ. നമ്മളിപ്പോൾ ആ പഴയ സെറ്റിൻ്റെ ചെറിയ റിപ്പയറുകളൊക്കെ അവിടെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചിരി, ഇരുചിരി, ബമ്പർ ചിരി. എനിക്കെന്തോ ഇത് കണ്ടപ്പോൾ അങ്ങനെ പറയാനാണ് തോന്നിയത്. അങ്ങനെ ചിരിയോടൊപ്പം കിച്ചണിൽ പാർട്സ് കറിയും ചപ്പാത്തിയും ഒക്കെ റെഡിയായി. ഡിന്നർ കഴിഞ്ഞ് 10-20 മിനിറ്റിനകം ഇവിടെ കട്ടൻ്റെ പരിപാടി തുടങ്ങും. ബുള്ളറ്റ് ഓടാത്തതിലുള്ള എൻ്റെ സങ്കടം മാറ്റാനായിട്ട് ഈ പരിപാടി നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം ബുള്ളറ്റ് ഇവിടുന്ന് പവിഴൻ്റെ അങ്ങ് പോയി. മെക്കാനിക്ക് പവിഴൻ തന്നെയാണ്. അസിസ്റ്റൻ്റായിട്ട് അലനും കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ന് ഓടുന്നാവോ?